ഇന്നാണല്ലോ വിജയദശമി. അപ്പം നമ്മൾ ബുക്ക് വെക്കാൻ പോണത് വരെയല്ലേ കണ്ടത്. അപ്പം നമുക്ക് ബുക്ക് എടുക്കാനും പോയാലോ. ബുക്ക് എടുക്കൽ മാത്രമല്ല, ഇന്ന് അമ്പലത്തിൽ വാഹനപൂജയും വിദ്യാരംഭം കുറിക്കലും ഒക്കെ ഉണ്ട്. വാഹനപൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ കഴുകിയിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്ക് കീ പൂജിക്കാനും തന്നു. കഴുകുമ്പോൾ നമ്മൾ ഓട്ടോന്റെ കൂടെ സ്കൂട്ടിയും കൂടെ കഴുകിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. സ്കൂട്ടിക്കാണെങ്കിൽ പീലിക്കുട്ടിന്റെ അതേ സ്വഭാവം തന്നെ. എവിടെയെങ്കിലും പോകാൻ നേരം ഞാൻ പോരല്ല എന്ന് പറഞ്ഞ് കരയൂ. അതേപോലെ തന്നെ വണ്ടി കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ പോരല്ല എന്ന് പറഞ്ഞ് ഒറ്റ നിപ്പ്. പിന്നെ വല്ലാണ്ട് നിർബന്ധിച്ച് അങ്ങോട്ട് ഉന്തി കൊണ്ടുവരാനൊന്നും നിന്നില്ല. ഞാനും ഷീത്തേട്ടനും കൂടെ ഓട്ടോയിൽ കയറി ഇങ്ങോട്ട് പോകും. വാഹനപൂജയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് പ്രസാദമൊക്കെ തന്നെ. അപ്പോഴത്തേനും പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ചേച്ചിക്ക് തൊഴാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറി. അപ്പോഴത്തേനും പീലിക്കുട്ടിക്ക് വിശപ്പിന്റെ വിളി എന്നിട്ട് വിശക്കുണ്ടോ എന്ന് പറഞ്ഞ് ആ പ്രസാദം തിന്നാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോയി. പിന്നെ ബുക്ക് എടുക്കാൻ നേരമാണ് പിന്നെ അമ്പലത്തിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേനും പിന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് ബുക്കൊക്കെ ഇറക്കുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ ഭയങ്കര തിരക്കായി. തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പീലിക്കുട്ടീൻ്റെ ബുക്ക് വാങ്ങിക്കാനായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ആ ബുക്കും വാങ്ങിച്ച് പിന്നെ പ്രസാദമായി കിട്ടി. അപ്പോഴത്തേനും എഴുത്തിന് ഇരുത്തുന്നത് കാണാൻ പോയി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചും പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.